Hello friends. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് എക്സസൈസ് 5.2 ആണ്. സോ നമ്മൾ ഓൾറെഡി പാരലൽ ലൈൻസ് ഉണ്ട്, ട്രാൻസ്വേഴ്സൽ ഉണ്ട്, അത് ഫോം ചെയ്യുന്ന ആംഗിൾസ്, അതുപോലെ പ്രോപ്പർട്ടീസ് അത് നോക്കിയിട്ടുണ്ടായിരുന്നു. റൈറ്റ്, നമ്മൾ കറസ്പോണ്ടിങ് ആംഗിൾസ്, ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്, ആൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ്, അതുകൂടാതെ ആംഗിൾസ് ഓൺ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ബേസിസിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. So, if the first question is state the property that is used in each of the following statement. അതായത് ഏത് പ്രോപ്പർട്ടി ആണ് ഈ ഓരോ സ്റ്റേറ്റ്മെന്റിന് തന്നിരിക്കുന്നത്, അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ ഇഫ് എ പാരലൽ ടു ബി, എയും ബിയും പാരലൽ ആണെങ്കിൽ ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 5. ആംഗിൾ 1 ആൻഡ് ആംഗിൾ 5 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഡിഫറെന്റ് വേർട്ടീസസ് ആണ്, അതുപോലെ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അല്ലെ. കറസ്പോണ്ടിങ് ആയിട്ടാണ് അത് ലൈ ചെയ്യുന്നത്, സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ ആണല്ലോ. സോ ആംഗിൾ 1 ഈക്വൽ ആംഗിൾ 5 എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ എന്താണ്, അത് കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. റൈറ്റ്, സോ കറസ്പോണ്ടിങ് ആംഗിൾ ക്ലിയർ. ഇനിയിപ്പോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ ഇഫ് ആംഗിൾ 4 ഈസ് ഈക്വൽ ടു ആംഗിൾ 6, 4 and 6. ഓക്കെ, 4 and 6 രണ്ടും ഇന്റീരിയറിലാണ് വരുന്നത്. അതുപോലെ എ ആൻഡ് ബി പാരലൽ ആണെങ്കിൽ 4 and 6 ഈക്വൽ എന്ന് പറഞ്ഞാൽ ഇവിടെ 4 and 6 ആർ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. റൈറ്റ്, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള 3 കേസസ് ആണ്. റൈറ്റ്, നമ്മൾ 3 കേസസ് ആണ് പാരലൽ ലൈൻസിന് പഠിച്ചിട്ടുള്ളത്. അതായത് രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ നമുക്കൊരു ട്രാൻസ്വേഴ്സൽ ഉണ്ടെങ്കിൽ അത് ഫോം ചെയ്യുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്. അതായത് 1, 5, 4, 7, 2, 6, 3, 8. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണ്. അതായത് 4 and 6 ഈക്വൽ ആണ്, 3 and 5 ഈക്വൽ ആണ്. ക്ലിയർ. പിന്നെ പറഞ്ഞിരിക്കുന്നത് ആംഗിൾസ് ഓൺ സെയിം സൈഡ്, ഇന്റീരിയർ ആംഗിൾസ് ഓൺ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ ആർ സപ്ലിമെന്ററി. അതായത് 4 and 5 എന്ന് പറയുന്നത് ഇന്റീരിയർ ആണ്, സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ ആണ്. റൈറ്റ്, സോ 4 and 5 ആർ സപ്ലിമെന്ററി എന്ന് പറയുമ്പോൾ ആംഗിൾ 4 പ്ലസ് ആംഗിൾ 5 നമുക്ക് 180 കിട്ടണം. സെയിം കേസ് വിത്ത് 3 and 6. ആംഗിൾ 3 and 6 ആഡ് ചെയ്യുമ്പോൾ അവിടെയും നമുക്ക് 180 കിട്ടണം. ബിക്കോസ് അതും ഇന്റീരിയർ ആംഗിൾസ് ആണ്, അതും ഓൺ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ ആണ്. അതാണ് തേർഡ് കേസ് പറഞ്ഞിട്ടുള്ളത്. ഇഫ് ആംഗിൾ 4 പ്ലസ് ആംഗിൾ 5 ഈക്വൽ 180 then A പാരലൽ ടു B. സോ അവിടെ വരുന്ന കേസ് എന്താണ്, ആംഗിൾസ് ഓൺ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ, ഇന്റീരിയർ ആംഗിൾസ് ഓൺ. Interior angles on same side of transversal or supplementary. So, parallel lines. Clear? So, ഇത്രയാണ് ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അഡ്ജോയിനിങ് ഫിഗറിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഐഡന്റിഫൈ ചെയ്യാനാണ്. സോ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയുമ്പോൾ വി ഹാവ് 4, 8, വി ഹാവ് 3, 7, വി ഹാവ് 1, 5, 2 and 6. സോ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ 4, 8, 3, 7, 1, 5, 2, 6. അതായത് ഡിഫറെന്റ് വേർട്ടിസസ് ആയിരിക്കണം, സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ ആയിരിക്കണം. റൈറ്റ്, അതുപോലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻസിലായിരിക്കണം. അതാണ് കറസ്പോണ്ടിങ് ആംഗിൾസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പെയർസ് ഓഫ് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 to 8, 5. ഓൾട്ടർനേറ്റ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ട്രാൻസ്വേഴ്സൽ. റൈറ്റ്, അതായത് 3 ഈക്വൽ ടു 5 and 2 ഈക്വൽ ടു 8. അതാണ് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. സോ ഇന്റീരിയർ ആംഗിൾസിൽ ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ട്രാൻസ്വേഴ്സൽ എടുത്തു. വേറെ നിങ്ങൾ തേർഡ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമ്മളോട് ഇന്റീരിയർ ആംഗിൾസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്, ബട്ട് ഓൺ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ. അപ്പൊ സി എന്ന ട്രാൻസ്വേഴ്സലിന്റെ സെയിം സൈഡിൽ വരുന്ന ഇന്റീരിയർ ആംഗിൾസ് ഇവിടെ നമുക്ക് 3 and 8 ഉണ്ട്. അതുപോലെ ഈ ഒരു സൈഡിൽ നമുക്ക് 5 and 2 ഉണ്ട്. ഓക്കെ, ഇന്റീരിയർ ആംഗിൾസ് ആണ് എല്ലാം, ബട്ട് ഓൺ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ കൂടിയാണ് ആ ഒരു കേസിൽ.
ഫോർത്ത് ചോദിച്ചിരിക്കുന്നത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. സോ ഇവിടെ ഇപ്പോൾ ഒരു വെർട്ടെക്സ് എടുക്കുമ്പോൾ ഇവിടെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് വരുന്നത് 4, 2, 1, 3. ഈ ഒരു വെർട്ടെക്സ് എടുക്കുമ്പോൾ നമുക്ക് വരുന്ന വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ 8, 6, 5, 7. ക്ലിയർ? സോ നമുക്ക് ഇവിടെ 4 പെയർ ഓഫ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ഉള്ളത്. ഈ ഒരു വെർട്ടെക്സിൽ വെർട്ടിക്കലി ഓപ്പോസിറ്റ് വരുന്നത് 4ഉം 2ഉം 1ഉം 3ഉം. ഈ ഒരു വെർട്ടെക്സിൽ വരുന്നത് 8, 6, 5, 7. സോ ക്ലിയർ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യനിൽ നമ്മളോട് അൺനോൺ ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ പി ആൻഡ് ക്യൂ പാരലൽ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പാരലൽ ആണെന്ന് തന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു 3 പ്രോപ്പർട്ടീസ്, അതായത് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, alternate interior angles equal ആയിരിക്കും, അതുപോലെ ഇന്റീരിയർ ആംഗിൾസ് ഓൺ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ ആർ സപ്ലിമെന്ററി. ഈ ഒരു 3 പ്രോപ്പർട്ടിയും മീറ്റ് ചെയ്യുമെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് നമുക്കിവിടെ പാരലൽ ആണെന്ന് തന്നിട്ടുള്ളത്. പാരലൽ ആണെങ്കിൽ ആ ഒരു 3 പ്രോപ്പർട്ടീസ് മൈൻഡിൽ വെക്കുക. ക്ലിയർ? അപ്പം ഇവിടെ ഇപ്പം ഫസ്റ്റ് നമുക്ക് ഇവിടെ ഈ ഒരു ആംഗിൾ 125 തന്നിട്ടുണ്ട് അല്ലേ. പക്ഷെ നമുക്ക് ഈ ഒരു വേർട്ടെക്സ് എടുക്കുമ്പോൾ അറിയാം ഇത് ഈ ഒരു 125 ആണെങ്കിൽ ഈ ഒരു സൈഡും എന്തായിരിക്കും 125 ആയിരിക്കും. റൈറ്റ്? കാരണം അത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. റൈറ്റ്? ബട്ട് നമ്മളോട് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പ് നമുക്കിപ്പം ഈ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു പി എന്ന് പറയുന്ന ലൈനിൽ ഈ 2 ആംഗിൾസും കൂടി സ്ട്രെയിറ്റ് ആംഗിൾ ആണ് ഫോം ചെയ്യുന്നത്. റൈറ്റ്? അതായത് 125 ഡിഗ്രിയും ഇയും ആഡ് ചെയ്താൽ നമുക്ക് കിട്ടേണ്ടത് 180 ഡിഗ്രിയാണ്. സ്ട്രെയിറ്റ് ആംഗിൾ ആണ് ഫോം ചെയ്യുന്നത്. സോ 125ഉം ആംഗിൾ ഇയും ആഡ് ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് എന്താ കിട്ടേണ്ടത് 180 ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പം ഇ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇ എന്ന് പറയുന്നത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, 180ന്ന് 125 ഡിഡക്ട് ചെയ്താൽ മതി. 180 ഡിഗ്രി മൈനസ് 125 ഡിഗ്രി. അപ്പം നമുക്കിവിടെ ഈ 55 ഡിഗ്രിയാണ് കിട്ടുന്നത്. അതായത് നിങ്ങൾക്ക് നമ്മൾ ഫസ്റ്റ് എക്സസൈസിൽ പഠിച്ചിട്ടുണ്ടല്ലോ, സ്ട്രെയിറ്റ് ലൈനിൽ 2 ആംഗിളിൽ ഫോം ചെയ്യുന്നത് സപ്ലിമെന്ററി ആണ്. റൈറ്റ്? 125ഉം ഇയും ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുക 180 ആണ്. അതുകൊണ്ട് തന്നെ 180ന്ന് 125 ഡിഡക്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്താവാം, ഇ കണ്ടുപിടിക്കാം. ക്ലിയർ? ഇനിയിപ്പം ഈ 55 ആണെങ്കിൽ എഫ് എന്താണ് 55 തന്നെയായിരിക്കും. കാരണം അത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. റൈറ്റ്? ഈ ഒരു 2 ഇന്റർസെക്റ്റിംഗ് ലൈൻസ്, നിങ്ങൾക്ക് ഈ പിയും ഈ ഒരു ലൈനും ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആണ്. അപ്പം അതിന്റെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതായത് ഇത് 125 ആണെങ്കിൽ ഇവിടെയും 125 ആയിരിക്കും. ഇത് 55 ആണെങ്കിൽ ഇതും 55 ആയിരിക്കും. സോ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ എഫും കൂടി കണ്ടുപിടിച്ചു കഴിഞ്ഞു. റൈറ്റ്? എഫും 55 ഡിഗ്രിയാണ് നമുക്ക് കിട്ടുക. ഇനിയിപ്പം നമുക്ക് ബാക്കി എ ബി സി ഡി എന്ന് പറയുന്ന ഏരിയ കണ്ടുപിടിക്കാനുണ്ട്. റൈറ്റ്? സോ നമുക്കറിയാം പി ആൻഡ് ക്യൂ പാരലൽ ആണ്. റൈറ്റ്? ഈ ഒരു എഫ് ആൻഡ് ഡി എന്ന് പറയുന്ന ഇന്റീരിയർ ആംഗിൾസ് നമ്മളൊരു കണ്ടീഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പി ആൻഡ് ക്യൂ പാരലൽ ആണെങ്കിൽ നമുക്ക് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. റൈറ്റ്? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുമ്പോൾ എഫും എയും ഇവിടെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണല്ലോ. സോ എഫ് 55 ആണെങ്കിൽ നമുക്ക് എന്താണ്, എയും ഓട്ടോമാറ്റിക്കലി 55 ആണ്. ക്ലിയർ? വേറൊരു കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്, നമ്മുടെ സെയിം സൈഡിൽ വരുന്ന ഇന്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെന്ററി. If two lines are parallel, angles on same side of transversal are supplementary. അതായത് എഫ് ആൻഡ് ഡി ആഡ് ചെയ്താൽ നമുക്ക് 180 ആണ് കിട്ടുക. അപ്പം എഫ് 55 ആണെങ്കിൽ ഡി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, 180 മൈനസ് 55 ചെയ്താൽ മതി. ക്ലിയർ? സോ ഡി കണ്ടുപിടിക്കാൻ നമുക്ക് 180 മൈനസ് 55 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്, 125 ഡിഗ്രി. സോ നമുക്കിവിടെ ഡി 125 കിട്ടിയാൽ പിന്നെ ബാക്കി ഈസി ആണല്ലോ, ബിക്കോസ് ക്യൂവും ഈ ഒരു ലൈനും ഇന്റർസെക്റ്റിംഗ് ആണ്. ഡി 125 ആണെങ്കിൽ ബിയും 125 ആയിരിക്കും, ബിക്കോസ് ദേ ആർ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. അതുപോലെ എ 55 ആണെങ്കിൽ സിയും 55 ആയിരിക്കും, ബിക്കോസ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ ഫോർ ഇന്റർസെക്റ്റിംഗ് ലൈൻസ്. ക്ലിയർ? സോ ഓരോ കേസിലും നിങ്ങൾ പ്രോപ്പർട്ടി മെൻഷൻ ചെയ്യുക. അതായത് ഇപ്പം ഈ നമ്മൾ എന്താ ചെയ്തത്, ഈ നമ്മൾ 180 മൈനസ് 125 ചെയ്തു, ബിക്കോസ് ഇ ആൻഡ് 125 ഡിഗ്രി ആർ ഫോമിംഗ് സപ്ലിമെന്ററി, ദേ ആർ സ്ട്രെയിറ്റ് ആംഗിൾ. ഓക്കെ? ഇനി എഫ് 55 ആണെന്ന് പറഞ്ഞു, ബിക്കോസ് ദേ ആർ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആൻഡ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഇനി എഫ് 55 ആണെങ്കിൽ എ 55 ആണെന്ന് പറഞ്ഞു, ബിക്കോസ് പി ആൻഡ് ക്യൂ ആർ പാരലൽ, സോ alternate interior angles are equal. ആൻഡ് പിന്നെ നമ്മൾ എഫ് ആൻഡ് ഡി ആഡ് ചെയ്താൽ നമുക്ക് 180 കിട്ടും. അതുകൊണ്ട് ഡി കണ്ടുപിടിക്കാം 180 മൈനസ്
F 55 degree ചെയ്താൽ മതി എന്ന് പറഞ്ഞു because P and Q are parallel, so angles on same side of transversal are supplementary. D 125 ആണെങ്കിൽ B യും 125 ആണെന്ന് പറഞ്ഞു because they are vertically opposite angles. A 55 ആണെങ്കിൽ C യും 55 ആണ് because vertically opposite angles are equal. Clear? So നമ്മൾ 3 questions ആണ് ഈ ഒരു വീഡിയോയിൽ നോക്കിയത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി 3 questions കൂടി നോക്കാം. Okay, so thank you for watching. So video ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കമന്റ്സിലൂടെ അറിയിക്കാവുന്നതാണ്. ബൈ.